ഹായ് ഓൾ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് IITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. IITസിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് JEE അഡ്വാൻസ്ഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2026 JEE അഡ്വാൻസ്ഡിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. മെയ് 17 സൺഡേ ആണ് ഡേറ്റ് വരുന്നത്. എക്സാം ഓഫ്ലൈൻ ആയിട്ട് തന്നെ ആയിരിക്കും. ഇത്തവണ നടത്തുന്നത് IIT റൂർക്കിയാണ്. ശ്രദ്ധിക്കാം, എല്ലാവർക്കും JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പറ്റില്ല. ആർക്കാണ് പറ്റുക? അതായത് JEE മെയിൻ എഴുതിയിട്ട് അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് പറ്റുക. JEE മെയിൻ എഴുതുന്ന 2.5 ലക്ഷം പേരെയാണ് JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് പർട്ടിക്കുലർ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരും. കഴിഞ്ഞ വർഷം, അതായത് 2025 കട്ട് ഓഫ് വന്നത് ജനറൽ കാറ്റഗറിയിൽ 93% 93% ആയിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള JEE അഡ്വാൻസുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതൊക്കെ നമ്മൾ പറയാം. അതോടൊപ്പം തന്നെ സ്റ്റഡി സ്ട്രാറ്റജീസ് എങ്ങനെയായിരിക്കും. ഇപ്പം പല കുട്ടികളും ചിന്തിക്കുന്നത്, സാർ അഡ്വാൻസ് വേണ്ടിയിട്ട് എന്തായിരിക്കണം നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീസ്, ഇപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ പല കുട്ടികളും ചിന്തിക്കുന്നുണ്ടാവും. അവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, JEE മെയിൻ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് ചെയ്താൽ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആദ്യം തന്നെ JEE മെയിൻ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മുടെ ഒന്നാമത്തെ ടാസ്ക്. പക്ഷേ ഫസ്റ്റ് ഫേസിൽ തന്നെ, അതായത് ഫസ്റ്റ് ഫേസ് JEE മെയിൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് JEE അഡ്വാൻസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ വെറും ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ. നമുക്ക് സേഫായിട്ട് NITയിൽ ഒരു സീറ്റ് കിട്ടുന്ന പെർസെൻറ്റൈൽ നമ്മൾ ഉറപ്പിക്കണം. ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ജനറൽ കാറ്റഗറിക്ക് 93% മതി. OBCക്കൊക്കെ അതിൻ്റെ താഴേക്ക് പോകും. ഓക്കെ, OBC, SC, ST ഒക്കെ താഴോട്ടേക്ക് പോകും. പക്ഷേ NITയിൽ സീറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു 97-98% നമ്മൾ എന്താക്കണം, എത്തണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ JEE മെയിനിന് വേണ്ടി നമ്മൾ സെറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, JEE മെയിനിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നല്ല ഉഷാറായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഫസ്റ്റ് ഫേസിൽ തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് സേഫ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി നമുക്ക് എന്തിനു വേണ്ടി കൊടുക്കാം, അഡ്വാൻസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, എന്നൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴി ഈ ചാനലിലൂടെ നിങ്ങൾ അറിയുന്നതായിരിക്കും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.